ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യുന്നത് ഒരു റിഫിൾ ഷഫിൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക് കാർഡ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീസൻറ്റ് കണ്ടീഷനുള്ള നോർമൽ കാർഡ്സ് ആയാലും മതി. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ബുക്ക് തുറക്കാൻ നമുക്ക് അതൊരു ഹാഫ് ആക്കുക. ആദ്യം ഞാൻ നോർമലി കാണിച്ചു തരാം, എന്നിട്ട് ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. ഓക്കെ, വൺസ് മോർ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് റിഫിൾ ഷഫിൾ ചെയ്യുന്നത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ. ആദ്യം തന്നെ നമ്മുടെ കാർഡ്സ് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലോട്ടും റൈറ്റ് ഹാൻഡിലോട്ടും 2 ഡെക്കായിട്ട് കൊടുക്കുക. നമ്മുടെ തമ്പ് മുകളിലായിട്ട് ഇൻഡെക്സ് ആ ഒരു കാർഡിന് ഞാൻ വീഡിയോ കാണുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്കി 3 ഫിംഗറും ഡൗൺ സൈഡിൽ താഴെ വെക്കുക. എന്നിട്ട് ഓരോ കാർഡ്സായിട്ട് റിഫിൾ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ റിഫിൾ ചെയ്ത് തീരാൻ നേരത്ത് നമ്മുടെ തംസ് ടോപ്പിലായിട്ട് വീഡിയോ കാണുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം അത് ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ താഴത്തെ ബാക്കിയുള്ള വിരലുകൾ റിലീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഷഫിൾ ആവുന്നത് നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് അടുത്ത ഫാരോ ഷഫിൾ. ഗൈസ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഫാരോ ഷഫിളാണ്. നമ്മുടെ കാർഡ് എടുത്തിട്ടുണ്ട്. നമ്മളത് നേരത്തെ കണക്കിന് ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് ഹാഫായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ വിരലുകൾ ഒരു രീതിയിലാണ് വെച്ചേക്കുന്നത്. ആ ഒരു രീതിയിൽ ആ ഡെക്ക് രണ്ടും ഹോൾഡ് ചെയ്യുക. എന്നിട്ട് രണ്ടിൻ്റെയും കോർണർ ടച്ച് ചെയ്യുന്ന ചെറിയ പ്രഷർ കൊടുത്ത് മേലോട്ടും താഴോട്ടും ജസ്റ്റ് പ്രഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നോർമലി കറക്റ്റായിട്ട് ഫാരോ ആയിട്ട് അകത്തോട്ട് പൊയ്ക്കോളും. എന്നിട്ട് ഇതുപോലെ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് റിലീസ് ചെയ്താൽ മതി. നമ്മുടെ ഫാരോ ഷഫിൾ ഇവിടെ വർക്കാവുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മളിനി ഒരു മാജിക്കാണ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ഡെക്ക് നല്ലോണം ഷഫിൾ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഷഫിൾ ചെയ്യാൻ വേണ്ടി ഞാൻ റിഫിൾ ഷഫിളും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ടോപ്പിൽ ഇരിക്കുന്ന കാർഡ് 10 ഓഫ് സ്പേഡ്സ് ആണ്. ഓക്കെ, ആ കാർഡ് ഞാൻ എടുത്തിട്ട് ഡെക്കിൻ്റെ ഇടയിലോട്ട് വെക്കുകയാണ്. ഓക്കെ, ബട്ട് ഡെക്കിൻ്റെ മണ്ടയിൽ തന്നെയാണ് 10 ഓഫ് സ്പേഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക്. ഇനി ട്യൂട്ടോറിയൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് പോകാം. ഈ പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല, 2 സ്പേഡ്സോ അങ്ങനെയൊന്നുമില്ല. കാർഡിൻ്റെ ഡെക്ക് നല്ലോണം നമ്മളൊന്ന് ഷഫിൾ ചെയ്യുക. അതിൻ്റെ ടോപ്പിൽ ഇരിക്കുന്ന കാർഡ് ആയിരിക്കരുത് നമ്മൾ ഓഡിയൻസിനെ കാണിക്കേണ്ടത്. രണ്ടാമതിരിക്കുന്ന കാർഡ് വേണം നമ്മൾ ഓഡിയൻസിനെ കാണിക്കാൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തെറ്റാതെ നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ ഓഡിയൻസിന് അത് ഒരു കാർഡ് ഉണ്ടെന്നേ തോന്നത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മളത് തിരിച്ച് വെച്ചിട്ട് എടുക്കുന്നത് നമ്മൾ ആദ്യം ഇരിക്കുന്ന കാർഡായിരിക്കണം. എന്നിട്ട് നമ്മൾ ഡെക്കിൻ്റെ ഇടയിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ടോപ്പിൽ ഇരിക്കുന്ന കാർഡ് എടുത്ത് കാണിച്ചാൽ നമ്മുടെ മാജിക് ഇവിടെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.